നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി.വി. അൻവർ. നാളെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം നൽകും. തൃണമൂൽ കോൺഗ്രസ് ചിഹ്നമായ പൂവും പുല്ലും അടയാളത്തിൽ മത്സരിക്കുമെന്ന് പി.വി. അൻവർ പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ നാട്ടിൽ ഒന്നായി നിന്നുകൊണ്ട് അകത്ത ഭവിഷ്യത്തിനെയും പുറത്തെ ഭവിഷ്യത്തിനെയും നേരിടാൻ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും. അതുകൊണ്ട് ഞാനല്ല സ്ഥാനാർത്ഥി, നീ നിലമ്പൂരിലെ 2,30,000 ചില്ലാനം വരുന്ന ജനങ്ങളാണ് അവിടെ സ്ഥാനാർത്ഥി. അപ്പോൾ എൻ്റെ കത്തിയും എൻ്റെ കഴുത്തും എൻ്റെ ജീവനവും എൻ്റെ ജീവിതവും നിലമ്പൂരിലെ ജനങ്ങൾക്കും കേരളത്തിലെ പൊതുസമൂഹത്തിനും സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കഴിഞ്ഞ 8-9 മാസമായി ഞാൻ ഉയർത്തിയ സകലമാന രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും പിന്തുണ നൽകി എന്നോടൊപ്പം നിന്നവരാണ് കേരളത്തിലെ മുഴുവൻ പത്രമാധ്യമ പ്രവർത്തകരും. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ നാടിൻ്റെ നന്മ ആഗ്രഹിച്ച് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഹൃദയം തുറന്ന നന്ദിയും നിങ്ങളോടുള്ള കടപ്പാടും നിങ്ങളോടുള്ള ബഹുമാനവും നിങ്ങളോടുള്ള ആദരവും അറിയിച്ചുകൊണ്ട് കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. നിലമ്പൂരിൽ നിന്ന് ഷബീർ അമറും മുഹമ്മദ് അസ്ലമും ചേരുകയാണ്. ഷബീറിലേക്ക്. ഷബീർ, ഇനി വി.ഡി. സതീശന്റെ കാല് നക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പി.വി. അൻവർ നടത്തിയിരിക്കുന്നത്. ഒരേപോലെ പിണറായി വിജയനെയും വി.ഡി. സതീശനെയും അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് പി.വി. അൻവർ ചൂണ്ടിക്കാട്ടിയത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 1 മണിക്കൂറിലധികം നീണ്ടുനിന്ന പത്രസമ്മേളനം നടത്തിയാണ് പി.വി. അൻവർ താൻ മത്സരിക്കുമെന്ന കാര്യം പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അതിന് മുന്നോടിയായി അദ്ദേഹം എന്താണോ പറയാൻ പോകുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ പോകുന്നത് രാഷ്ട്രീയം വിശദീകരിച്ചതിന് ശേഷമാണ് പി.വി. അൻവർ താൻ മത്സരിക്കും, TMC മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുന്നത്. എന്തായാലും നിശിതമായ വിമർശനം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് കുറെ കൂടി രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസ് നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഉന്നയിക്കുകയും ചെയ്തു പി.വി. അൻവർ. പ്രധാനമായും വി.ഡി. സതീശൻ ഒരാളാണ് ഈ പ്രശ്നം വഷളാക്കിയത്, അല്ലെങ്കിൽ തങ്ങളെ മത്സരിപ്പിക്കുന്നതിലേക്ക് എത്തിച്ചത്. തങ്ങൾക്ക് മത്സരിപ്പിക്കാൻ TMCക്കോ തനിക്കോ മത്സരിക്കാൻ യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. 1 മണിക്കൂർ മുമ്പ് വി.ഡി. സതീശൻ പറഞ്ഞിരുന്നു തൃണമൂൽ കോൺഗ്രസുമായി അല്ലെങ്കിൽ പി.വി. അൻവറുമായി ഇനി ഒരു ചർച്ചയില്ല, വാതിലടച്ചെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്താണ് മത്സരിക്കാൻ തീരുമാനിച്ചത് എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമുക്കറിയാം, പി.വി. അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു, മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ഒരു യുദ്ധത്തിനിറങ്ങുമ്പോൾ തയ്യാറെടുപ്പുകൾ സ്വാഭാവികമായി നടത്താൻ അത്ര വിഡ്ഢിയൊന്നുമല്ല എന്നാണ്. എന്തായാലും ഈ ചർച്ചകൾ അല്ലെങ്കിൽ ഈ TMCയെ മുന്നിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വഷളാക്കിയത് വി.ഡി. സതീശൻ എന്ന ഒറ്റ വ്യക്തിയാണെന്ന് ആവർത്തിക്കുകയാണ് പി.വി. അൻവർ. മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കോ അല്ലെങ്കിൽ UDFന്റെ നേതാക്കൾക്കോ ഇതിൽ പങ്കില്ല. അവരെല്ലാവരും തന്നെ പരമാവധി ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. ഒപ്പം തന്നെ വി.ഡി. സതീശൻ തീരുമാനിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ UDFൽ നടപ്പാക്കുന്നത്. അദ്ദേഹത്തിന് ഹിറ്റ്ലറിന്റെ ശൈലിയാണ് എന്നും പി.വി. അൻവർ പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ലീഗ് അടക്കം ഘടകകക്ഷി നേതാക്കൾക്കും വി.ഡി. സതീശന്റെ ശൈലിയോട് അതൃപ്തിയുണ്ട്, പ്രശ്നമുണ്ട്. പക്ഷേ അവർ മിണ്ടാതിരിക്കുന്നത് അവരുടെ മാന്യത കൊണ്ടാണ്, UDF എന്ന മുന്നണിയെ ദുർബലപ്പെടുത്തേണ്ട എന്ന് കരുതിയാണ് എന്നതെല്ലാം പി.വി. അൻവർ വിശദീകരിക്കുന്നത്. കൃത്യമായി പി.വി. അൻവർ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു. വി.ഡി. സതീശൻ എന്ന വ്യക്തി മാത്രമാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ അനുകൂലമാകാവുന്ന ചില ഘടകങ്ങളുണ്ടെന്ന് പി.വി. അൻവർ കണക്കൂട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തെല്ലാമാണോ പറയേണ്ടത് അതെല്ലാം അദ്ദേഹം കൃത്യമായി പറയുന്നു. മറ്റൊന്ന്, പി.വി. അൻവറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ UDF നേതൃത്വം ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് അവരുടെ സ്ഥാനാർത്ഥിക്കെതിരായ ആക്ഷേപം പിൻവലിക്കണം. അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് പിൻവലിച്ച് അദ്ദേഹത്തെ UDF സ്ഥാനാർത്ഥിയായി തങ്ങളുടെ സ്ഥാനാർത്ഥിയെ അംഗീകരിച്ചാൽ പി.വി. അൻവറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരാം, അതുമായി ബന്ധപ്പെട്ട സഹകരണം തുടരാം എന്നാണ്. പക്ഷേ പി.വി. അൻവർ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. എന്തുകൊണ്ട് ആര്യാൻ ഷൗക്കത്തിനെ താൻ എതിർത്തു എന്ന് അദ്ദേഹം വിശദീകരിച്ചു, പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചു. ആര്യാൻ ഷൗക്കത്ത് മത്സരിച്ച് തോറ്റാൽ, താൻ പിന്തുണച്ചിട്ടും തോറ്റാൽ പിന്നീട് താൻ മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിന് പ്രസക്തി ഇല്ലാതാകും. പിണറായിസം, അത് പി.വി. അൻവറുടെ ഭാഷയിൽ പറഞ്ഞാൽ പിണറായിസം ഇവിടെ ഇല്ല എന്നൊരു പ്രതീതി ഉണ്ടാക്കും. അടുത്ത തെരഞ്ഞെടുപ്പിലും അത് ഈ സർക്കാരിന് ഗുണമുണ്ടാക്കും, തുടർഭരണമുണ്ടാകും. അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാനില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. മറ്റാരെങ്കിലും സ്ഥാനാർത്ഥിയെങ്കിൽ തന്റെ പിന്തുണ ഉണ്ടാകുമായിരുന്നു എന്നുമാണ്